പേര് ജെയ്സൺ, ഇത് വൈഫ് ഡെൽന. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചിറയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 2014 ഒക്ടോബർ മാസത്തിൽ ഇവിടെ ഗാഗുൽത്തായിൽ വരികയും താമസിച്ചുള്ള ഒരു ധ്യാനം കൂടുകയും ചെയ്തു. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 15 വർഷമായി. ഇതുവരെ കുട്ടികളുണ്ടായിരുന്നില്ല. എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ഞങ്ങൾ ചെയ്തിരുന്നു. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, നാട്ടുവൈദ്യം, അങ്ങനെയുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ. അവസാനം IVF വരെ ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചില്ല. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ധ്യാനത്തിന് വന്ന് അവിടെ താമസിച്ച് ധ്യാനം കൂടി. അതിൽ ദിവ്യകാരുണ്യ കൗൺസിലിംഗ് സമയത്താണ് ബ്രദർ ഞങ്ങളുടെ അടുത്ത് പറയുന്നത്, യേശു നിങ്ങൾക്ക് മക്കളെ നൽകുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞ് അവർക്ക് സന്ദേശം ലഭിക്കുന്നുണ്ട് എന്ന് ഞങ്ങളുടെ അടുത്ത് പറയുകയും ഞങ്ങൾക്കത് പൂർണ്ണ വിശ്വാസം വരികയും ചെയ്തു. അപ്പം അന്ന് എല്ലാ ദിവസവും ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പുറത്ത് വെച്ചിട്ടുള്ള മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ഒരു കൊന്ത ചെല്ലാറുണ്ട്. അത് കഴിഞ്ഞ് മെയിൻ ധ്യാന ഹാളിൽ വന്നിട്ട് ഞങ്ങൾ മുട്ടമ്പേൽ നിന്നുകൊണ്ടൊരു കൊന്ത ചെല്ലാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ പോകാറ്. അപ്പം അന്നേ ദിവസം, ഈ സന്ദേശം ലഭിച്ച അന്നേ ദിവസം പുറത്ത് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ നിന്നൊരു കൊന്ത ചൊല്ലി ഞങ്ങളന്ന് അപ്പോൾ ഒരു തീരുമാനമെടുത്തു, ഇനി കർത്താവ് ഇങ്ങനൊരു സന്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും. ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും, ഡോക്ടർ കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ മെഡിസിൻ, ഇതെല്ലാം ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ 14 വർഷം ചികിത്സിച്ചിട്ട് ലഭിക്കാത്ത അനുഗ്രഹം ഇപ്പോൾ ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നമുക്കിതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളത് ഉപേക്ഷിച്ചു. ഞങ്ങൾ കഴിക്കാൻ കൊണ്ടുവന്നിരുന്ന മരുന്നുകളുണ്ടായിരുന്നു. അത് ഞങ്ങൾ റൂമിൽ ചെന്നുകൊണ്ട് ആ മരുന്ന് വേസ്റ്റ് ബിന്നിലിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞു. പിന്നീട് വീട്ടിൽ ചെന്നിട്ട് അവിടെയും മരുന്നുകൾ, ഏകദേശം ബാലൻസ് 1500 രൂപയുടെ മരുന്നുകളുണ്ടായിരുന്നു. അതും ഞങ്ങൾ അവിടെ വെച്ച് കളയുകയാണ് ചെയ്തത്. തുടർന്ന് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഡെൽന പ്രഗ്നൻ്റ് ആവുകയും അങ്ങനെ ഞങ്ങൾ ഇവിടെ അമല ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പ് ചെയ്യുകയും സ്കാൻ ചെയ്യുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞു സ്കാനിങ് റിപ്പോർട്ട് വളരെ പെർഫെക്റ്റാണ്, വേറെ കുഴപ്പങ്ങൾ യാതൊന്നും തന്നെ ഇല്ല, മെഡിസിൻസ് ഒന്നും ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു. പിന്നീട് പ്രസവം വരെ യാതൊരു ബുദ്ധിമുട്ടുകളും കർത്താവ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈശോയോട് നന്ദി പറയുന്നു. ഗാഗുൽത്താനാഥനോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു.